എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ആണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, നിധി ചിബ്ബർ. നിധി ചിബ്ബറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ. ആൻസർ ഓപ്ഷൻ സി, അശോക് ലാഹിരി. അശോക് ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ. 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ആർ രാജശ്രീ. ആർ രാജശ്രീയാണ് 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഐതാന ബോൺമതി. ഐതാന ബോൺമതിക്കാണ് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് ലഭിച്ചത്. 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 1 യുണൈറ്റഡ് സ്റ്റേറ്റ്, 2 മെക്സിക്കോ, 3 കാനഡ. യുണൈറ്റഡ് സ്റ്റേറ്റും മെക്സിക്കോയും കാനഡയിൽ വെച്ചാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഐഹിക മുഖർജി. ഐഹിക മുഖർജിയാണ് ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത്. 2026 ഏപ്രിൽ രാജ്യസഭാ സെക്രട്ടറിയായി ഉപരാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ്? 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായി ഉപരാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, KS സോമശേഖർ. KS സോമശേഖരനെയാണ് 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായി ഉപരാഷ്ട്രപതി നിയമിച്ചത്. 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ഡി, വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ. വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രാസ മാർഷൽ. ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, MR രാഘവ വാര്യർ. MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര്. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ലോക് ഭവൻ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേരാണ് ലോക് ഭവൻ. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. ആൻസർ ഓപ്ഷൻ സി, തേജസ്.
തേജസ് ആണ്. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബാനു മുഷ്താഹ്. ബാനു മുഷ്താഹ് ആണ് ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ സി പി ടി ഉഷ. പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫിൻലാൻഡ്. ഫിൻലാൻഡ് ആണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ ഡി 116. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. 2025 ലോക ഭൗമദിന പ്രമേയം. 2025 ലോക ഭൗമദിന പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് 2025 ലോക ഭൗമദിന പ്രമേയം. യൂണിസെഫ് ഇന്ത്യയുടെ നിലവിലെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. യൂണിസെഫ് ഇന്ത്യയുടെ നിലവിലെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കീർത്തി സുരേഷ്. കീർത്തി സുരേഷിനെയാണ് യൂണിസെഫ് ഇന്ത്യയുടെ നിലവിലെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ആണ് കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് ആരാണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മോഹൻലാൽ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മേഘാലയ. മേഘാലയയിലാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം.